ഇതൊക്കെ അലക്കൽ കഴിഞ്ഞിട്ട് എപ്പോഴും ഞാൻ സ്കൂളിൽ പോവാ? പാറു റെഡി ആയോണാവോ? ഇനിയിപ്പോ ഇന്ന് എന്നെ സ്കൂളിലേക്ക് വിടില്ലേ? ഇന്ന് കൂടി സ്കൂളിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഒന്നും പഠിയില്ല. എനിക്ക് കുറേ നോട്ട്സ് എഴുതാനുണ്ടാവും. കുൽസി ടീച്ചർ കയ്യിൽ നിന്ന് നല്ല അടിയും കിട്ടും. ചെറിയമ്മനോട് പോയി ചോദിച്ചു നോക്കാം, വന്നിട്ട് അലക്കി ഇട്ടാ മതിയൊന്ന്. ഡീ എന്താ എന്താ ചെറിയമ്മേ? ഡീ നീ അവിടെ എന്ത് സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാടി? എത്ര നേരായി കുറച്ച് തുണികൾ കൊണ്ട് വന്നിട്ട്? ഇനിയും കഴിഞ്ഞില്ല നിന്റെ? അത് കഴിയാനായി ചെറിയമ്മേ. എന്നിട്ടാണോടി നീ ഇവിടെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നേ? അത് ഞാന് ഇങ്ങോട്ട് തിരിഞ്ഞ് അലക്കുകയായിരുന്നില്ലേ, അപ്പോഴല്ലേ ചെറിയമ്മ എന്നെ വിളിച്ചത്? ഓ, അവളെ നാവിന് ഒരു കുറവില്ല, അധിക പ്രസംഗി. അത് ചെറിയമ്മേ, ചെറിയമ്മേ ഞാന് സ്കൂളിൽ വിട്ട് വന്നിട്ട് അലക്കിയാ മതിയോ? ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ? ഡേ മര്യാദക്ക് എല്ലാം അലക്കി തീർത്തിട്ട് സ്കൂളിൽ പോയാൽ മതി, അല്ലെങ്കിൽ നീ സ്കൂളിൽ പോവണ്ട, മനസ്സിലായോ? ഓ, അവൾക്ക് സ്കൂളിൽ പോണം പോലും. സ്കൂളിൽ പോയി പഠിച്ചിട്ട് നീ കളക്ടർ ആകാൻ പോവുകയാണോടി? അതല്ല ചെറിയമ്മേ, നേരം വൈകി പോയാലേ കുൽസി ടീച്ചർ എന്നെ തല്ലും. കണക്കായി പോയി. അങ്ങനെ രണ്ടെണ്ണം കുൽസി ടീച്ചറെ കയ്യിൽ നിന്നെങ്കിലും നിനക്ക് കിട്ടട്ടെ. ഇവിടെ നിന്നെ തല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊക്ക് നിന്റെ മുത്തശ്ശനും നിന്റെ അച്ഛനും ഒക്കെ നിന്നെ തന്നെ നോക്കി നിൽക്കല്ലേ. ചെറിയമ്മേ, ഞാൻ നേരത്തെ വന്നിട്ട് അലക്കി ഇട്ടോ ചെറിയമ്മേ. ഡി എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതല്ല ചെറിയമ്മേ, ഞാൻ നേരം വൈകി പോയാ എന്നെ കുൽസി ടീച്ചർ തല്ലൂലേ? എന്നാലേ കണക്കായി പോയി. എന്നാ നീയേ ഇന്ന് സ്കൂളിൽ പോവണ്ട. ഇന്ന് മൊത്തം ഈ വീട്ടിലുള്ള ജോലി എല്ലാം ചെയ്തു തീർക്ക്. ഞാൻ വേഗം അലക്കി തീർത്തിട്ട് സ്കൂളിൽ പോയിക്കോ ചെറിയമ്മേ. എന്നാ വേഗം ചെയ്യടി. ഓ, അവൾക്ക് ഈ തിരുമോന്റെ കാട്ടി നിൽക്കുന്ന സമയം മതി വേഗം ഒന്ന് ജോലി തീർത്ത് പോവാനായിട്ട്. എപ്പോ നോക്കിയാലും അവളുടെ ഒരു കണ്ണീരും. നീ വല്ല സിനിമയിൽ അഭിനയിക്കാൻ പോടി, നിനക്ക് അവാർഡ് കിട്ടിക്കോളും. ചെറിയമ്മ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഡി നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ചെറിയമ്മേ, ഞാനേ സോപ്പ് തീർന്നു പോയെന്ന് പറയായിരുന്നു. എന്ത് സോപ്പ് തീർന്നു പോയെന്നോ? എന്ന് വാങ്ങിയതാടി സോപ്പ്? നീ മാത്രമല്ലേ ഇവിടെ അലക്ക് സോപ്പ് എടുക്കുന്നുള്ളൂ? ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ? അത് ചെറിയമ്മേ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആള് കൂടിയില്ലേ, അപ്പൊ ഡ്രസ്സിന്റെ എണ്ണവും കൂടിയില്ലേ, അതാ അലക്ക് സോപ്പ് വേഗം തീർന്നു പോയത്. ഓ, അപ്പൊ അതാണ് പ്രശ്നം. എന്റെ വീട്ടുകാർ വന്നത് കൊച്ചമ്മക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേടി? അയ്യോ, അതല്ല ചെറിയമ്മേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ നീ എന്താടി പറഞ്ഞത്? ഇവിടെ ആള് കൂടുതലാണെന്നോ? എന്റെ അനിയത്തി മകളും വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ ചെറിയമ്മേ, പിന്നെ എന്താണ് നീ പറഞ്ഞതിനർത്ഥം? നീയും നിന്റെ അച്ഛനും നിന്റെ മുത്തശ്ശനും മാത്രം മതി ഈ വീട്ടിൽ? വേറെ ഒന്നും പറ്റില്ലേ? അത് സോപ്പ് തീർന്നു പോയത് കൊണ്ട് പറഞ്ഞത് ചെറിയമ്മേ. സോപ്പ് എങ്ങനെ തീർന്നു പോകാതിരിക്കും? എന്നോട് എന്റെ മോളോടുള്ള പ്രതികാരം സോപ്പിന്മേലേക്കല്ലേ തീർക്കുന്നത്? ഞങ്ങളെ നേരിട്ട് കാട്ടാൻ പറ്റില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല ചെറിയമ്മേ. സത്യം പറയടി, നീ ആ സോപ്പ് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ? ഇല്ല ചെറിയമ്മേ, സത്യമായിട്ടും ഞാനേ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല. കളിക്കാൻ പോയ ഡ്രസ്സുകളില്ലേ, അതൊക്കെ നല്ല ചായ ഉണ്ടായിരുന്നില്ലേ, അതിലൊക്കെ നല്ലപോലെ സോപ്പ് തേച്ച് കഴുകി കളഞ്ഞതാ. ഓ, നീ മനഃപൂർവ്വം ചെയ്തതാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ല ചെറിയമ്മേ. ഓ, ഇനി അവളുടെ വക മോങ്ങിക്കൊണ്ട് നിൽക്കുക. മര്യാദക്ക് ജോലി ചെയ്യടി. ഈ നേരത്തെ ഞാൻ ആ കിളവനെങ്ങാനും കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അത് മതി നിന്റെ അച്ഛനോട് ഏഷണി കൂട്ടി കൊടുക്കാൻ. ഡി നിന്ന് മോങ്ങാതിരിക്കടി. ഇല്ല, ഞാൻ കരയില്ല ഇനി. ഓ, നീ കരയില്ല ഇനി. എപ്പോ നോക്കിയാലും ഇഞ്ചി തന്നെ കുരങ്ങന്റെ പോലെയാ അവളുടെ മുഖം. പെട്ടെന്ന് അലക്കിയിടാൻ നോക്കടി. ഒരു ജോലി ഒന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണ്ടേ വേറൊരു ജോലി അവൾക്ക് കൊടുക്കാനായിട്ട്? ഇനി എത്രങ്ങാനും പാത്രങ്ങളാണ് കഴുകാൻ കിടക്കുന്നത്? ഇതൊക്കെ എപ്പോ കഴുകി തീർക്കാനാ? സമയമാണെങ്കിലേ ഉച്ചയാവാനായി. അതിനിങ്ങനെ നേരത്തെ എണീക്കില്ലല്ലോ. ഡി നീ ഇന്ന് എത്ര മണിക്കാണ് എണീറ്റത്? ഞാൻ സത്യം പറയടി, നീ അലാറം അടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങിയില്ലേ? ഞാൻ 4:30യുടെ അലാറം വെച്ചതല്ലേ നിനക്ക് എഴുന്നേൽക്കാനായിട്ട്. ഞാൻ അലാറം കേട്ടപാടെ എഴുന്നേറ്റ് ചെറിയമ്മേ. എന്നിട്ട് നിന്റെ ജോലിയൊന്നും തീർന്നിട്ടില്ലല്ലോ. അത് നിന്റെ ഉണ്ടക്കണ്ണം കാട്ടി നിൽക്കാതെ പെട്ടെന്ന് ജോലിയെല്ലാം ചെയ്തു തീർക്കാൻ നോക്കടി. ഹാവൂ, ഭാഗ്യം ചെറിയമ്മ അകത്തേക്ക് പോയി. ചെറിയമ്മ നോക്കി നിൽക്കുമ്പോഴേ ഒരു ജോലി ചെയ്യാൻ സാധിക്കില്ല. പേടിച്ചിട്ട് എന്റെ കൈയും കാലും എല്ലാം വിറക്കുക. എന്റെ ദൈവമേ, ഇതൊക്കെ എപ്പോ അലക്കി തീരാനാ? പാൽക്കുട്ടി ഇപ്പൊ വരും.
നല്ല കൊച്ച്. അമ്മ, നമുക്കിവളെ LKG കൊണ്ടുപോയി ചേർത്താലോ? വേണ്ടടി, കുറച്ചുകൂടി വലുതാവട്ടെ അവള്. അമ്മ, അവളിന്ന് അടങ്ങി ഇരുന്നോളൂ അവിടെ പോയിട്ടെന്ന്. കല്ലൂനെ, സ്കൂളിൽ പോയാ മതി. പാർക്കുഞ്ഞമ്മിന്റെ സ്കൂളിൽ പോയാ മതി. കല്ലു, നീ ആദ്യം ഭക്ഷണം കഴിക്ക് കല്ലു. ഈ തുണിയൊക്കെ വേഗം വിരിച്ചിട്ടിട്ട് സ്കൂളിൽ പോകാൻ നോക്കാം. ആ പെണ്ണിന്റെ ഒരു ജോലി പെട്ടെന്നൊന്നും തീരുന്ന ലക്ഷണമില്ലല്ലോ. പാർക്കുട്ടി ഒരുങ്ങി ഇറങ്ങിയാവോ? ഈ തിരക്കിനിടയിലും പാർക്കുട്ടി ഉള്ളതാ ഒരു സമാധാനം. ഡുണ്ടുമോളെ, നമുക്ക് അവൾക്കൊരു പണി കൊടുത്താലോ? എന്ത് പണിയാടി? നല്ല പണി തന്നെ. അവൾക്ക് നിന്റെ മമ്മി കൊടുക്കുന്നുണ്ടല്ലോ. അതൊന്നും പോരാ, നമുക്കും ഒരു പണി കൊടുക്കണ്ടേ അവൾക്ക്? എന്നാലും അവൾക്ക് നല്ല പണി കിട്ടുന്നുണ്ട് നിന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന്. ഉണ്ട്, പോരാത്തതിന് എന്റെ കയ്യിൽ നിന്നും. എന്നാ ഇപ്പൊ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? എടി മണിമോളെ, നമുക്കൊരു ഐഡിയ ചെയ്താലോ? എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ എന്റെ മമ്മിയുടെ സാരി ഉണ്ട് അവിടെ. ഓ, അത്രേ ഉള്ളൂ. അതൊക്കെ അവള് പെട്ടെന്ന് നടക്കി തീർത്തോളും. അതൊന്നും അവൾക്കൊരു വിഷയമേ അല്ല. എത്ര ജോലി വേണമെങ്കിലും ചെയ്തോളും. ഭയങ്കര ശക്തിയാ ആ ജന്തുവിന്. അവളെ പോയി നമുക്കൊന്നും ശക്തിയില്ലടി. അവൾക്ക് ഭയങ്കര ശക്തിയാ. ഞാനൊക്കെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് തന്നെ എടുത്തു വെക്കാൻ എനിക്ക് കഴിയില്ല. അതെ, ഇവളെ പോലെ ജോലിക്കാരി നിനക്ക് വീട്ടിൽ സ്ഥിരം ഉള്ളതുകൊണ്ടാ. നിന്റെ മമ്മി മാത്രാണെങ്കിൽ നീ താനെ ചെയ്തേനെ. നിന്റെ മമ്മിയുടെ സാരി അലക്കാൻ കൊടുക്കലൊന്നും ഒരു ജോലിയല്ല. അവളതൊക്കെ പെട്ടെന്ന് തീർക്കുന്നു. അവിടെയാണ് ഈ ഡുണ്ടുമോളുടെ കളി. നീ നോക്കിക്കോ, സാരി കൊടുത്താലുണ്ടാവുന്ന പുകില്. എന്താ ഡുണ്ടു, തെളിച്ചു പറ. എടി, എന്റെ മമ്മിയുടെ സാരി എത്ര വില പിടിച്ചാണെന്നറിയോ? എത്ര വിലയാ അതിന്? 35,000 രൂപയാ. ആ സാരി എങ്ങാനും അവള് കൊടുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ, എന്റെ മമ്മിയുടെ തനി സ്വഭാവം അവൾ കാണും. അതെന്താണ്ടോ മണിമോളെ, അതെ ഡ്രൈവാഷ് ചെയ്യേണ്ടതാ. ഇവളെങ്ങാനും വെള്ളത്തിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ, ആ സാരി പിന്നെ ഒന്നിനും കൊള്ളില്ല. മമ്മിക്ക് ആകെ വട്ടായി പോകും. അയ്യോ, അപ്പൊ അത് പ്രശ്നമാവൂലേ? ആവണല്ലോ. അത് തന്നെയല്ലേ നമുക്ക് അവൾക്ക് പണി കൊടുക്കേണ്ടത്. എടി മുത്തേ, അതൊക്കെ വേഗം തീർത്തിട്ട് വേഗം അടുക്കളയിലോട്ട് വാ. ഞാൻ പെട്ടെന്ന് വന്നോളാം ചെറിയമ്മേ. ദാ കഴിഞ്ഞു, കുറച്ചു കൂടെയുള്ളൂ. എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാ അനങ്ങാപ്പാറ പോലെ മെല്ലെ മെല്ലെ ചെയ്ത് തീർക്കോളൂ. പെട്ടെന്ന് ചെയ്ത് തീർക്കണ്ടേ? കഴിക്കാൻ തന്ന അങ്ങനെയല്ലല്ലോ, പെട്ടെന്ന് തന്നെ തീർത്ത് പാത്രം കാലിയാക്കിക്കോളും അവള്. നിന്റെ മമ്മിയെ അവൾക്ക് ഭയങ്കര പേടിയാണല്ലോടി. പേടിയാണോന്നോ? എന്റെ മമ്മി ഒന്ന് തുറച്ചു നോക്കിയാലേ അവളെ